നാട്ടിൽ നിന്ന് ഒരു അച്ഛൻ പറഞ്ഞു കൊടുത്ത് ചിരിച്ചു പോയതാ. എന്തെന്ന്? നീ ലെതർ ഫാക്ടറി കിടന്നുകൂടിയത് സ്പോർട്സ് കോട്ടയിലായിരിക്കുന്നു പറഞ്ഞ് അച്ഛൻ എന്നോട് പഴയ ഓട്ടത്തിനും ചാട്ടത്തിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. ഞാനതൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ അച്ഛൻ പറഞ്ഞത് തെറ്റൊന്നല്ല. ഇന്റെ പണിക്ക് അത്യാവശ്യം സ്പോർട്സ് ഒക്കെ വേണം. പക്ഷെ ഒരൊറ്റ വ്യത്യാസം, എപ്പോൾ ഓടണം, എത്ര മീറ്റർ ഓടണം എന്ന് ആദ്യം പറയാൻ പറ്റൂല. ഇപ്പൊ രാവിലെ 6 മണിക്ക് തിരുപ്പൂരിൽ ഒരു പേഴ്സ് അടിച്ചാൽ അത് ഉച്ചക്ക് കൃത്യം 2:30 മണിക്ക് മദ്രാസിൽ എത്തണം. ഇത് സ്പോർട്സിലല്ലാണ്ട് പറ്റുമോ? വാടാ, പേടിക്കണ്ട, ധൈര്യമായിട്ട് പോ. ഞാനിവിടെ ഉണ്ട്. സീക്കിരം വാടാ. ഞാൻ என்னடா இங்க கலட்டா? அந்த பாவத்தை தொந்தரவு பண்ணாத சார். அத பத்தி நீ ஒண்ணும் கவலைப்பட வேண்டாம். ஆமா, போற வாரம் ஏன்டா கமிஷன் கொண்டு வரல? സാർ, ഇപ്പൊ പോക്കറ്റ് അടിച്ചാൽ കിട്ടുന്നത് എടുക്കാത്ത ലോട്ടറി ടിക്കറ്റാ. ഇതിൽ എന്ത് കമ്മീഷൻ തരാനാ? ഇപ്പൊ എന്നെ വിട്ടിടുങ്കോ. മധുര ടൂറിസ്റ്റ് ബസ് 4 എണ്ണം വരുന്ന ടൈമായി. സാർ എന്നെ വിട്ടാ എനക്കേതാവത് കടിക്കും. എനക്കേതാവത് കടിച്ചാ 50-50. നീ ധൈര്യമായിട്ട് പോ. നിന്നെ വിളിക്കുന്നത് പഴനിയാണ്ടവനാടാ. എന്നെ വിളിച്ച് ഇൻസ്പെക്ടർ അഴകപ്പനാ. അടിക്കാനും ഇടിക്കാനും പിന്നെ പോക്കറ്റ് എടുക്കാനെന്ന് പറയാനും. പോക്കറ്റ് അടിച്ചിട്ടില്ലെന്ന് ആര് പറഞ്ഞു? എന്റെ ഹൃദയം പിന്നെ ആരെ പോക്കറ്റ് അടിച്ചേ? പിന്നെ നീ ഹൃദയം പോക്കറ്റിലിട്ടോണ്ട് നടക്കുന്നു. പോടി. யோ, உனக்கு என்ன பைத்தியமா? என் புருஷன் கூட என்ன இப்படி சொன்னதில்ல? போடியா. வந்துட்டானுங்க சாமி கும்பிட. மூஞ்சிய பாரு. அடவாக்க நீ. வாடி போலாம். വിശന്നിട്ട് വൈകി പോവാൻ കയ്യിൽ ഒരു പൈസ ഇല്ല. ഏതായാലും പോക്കറ്റ് അടിക്കാനെന്നുള്ള പേര് കേട്ടു. എന്നാ പിന്നെ ശരിക്കും പോക്കറ്റ് അടിച്ചാലോ? പരിചയമുള്ള സ്ഥലമൊന്നുമല്ലോ, ആരറിയാനാ? നോട്ടുകെട്ടുകളാന്നാ തോന്നുന്നു. ആ പാവം വല്ല ബാങ്കിലേക്കും പോയിരുന്നിരിക്കും. മുരുക, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, നീ ചെയ്യിച്ചതാ. നിറയെ പണമായിരിക്കണേ. എന്നാ എനിക്ക് സുഖമായിട്ട് നാട്ടിലേക്ക് തിരിച്ചുപോയി അന്തസ്സായിട്ടൊരു ബിസിനസ് ചെയ്ത് ജീവിക്കാം.
ശരിക്കണോ? തന്റെ മോനോട് ഒരു കത്തി വാങ്ങി പോയി ചെരക്കാൻ പറ. വെച്ചവേൽ മുരുകനുക്ക്, ഇരവേൽ മുരുകനുക്ക്, ശക്തിവേൽ മുരുകനുക്ക്, തെൻപഴി ആണ്ടവനുക്ക്, വെച്ചവേൽ മുരുകനുക്ക്, ഇരവേൽ മുരുകനുക്ക്. മുരുക ബാബ